ഹലോ ഗായ്സ്, അങ്ങനെ ഇവിടെ കുവൈറ്റിലൊക്കെ വന്നു. എൻ്റെ ഡ്യൂട്ടി എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ചിലവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടുക എന്ന് പറയല്ലേ, അതുപോലെ ഞാൻ ആഗ്രഹിച്ച എനിക്കൊരു ലൈഫാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ കുവൈറ്റിലോട്ടോ. പിന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കിന്ന്. ഗേൾസിന് മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫേസ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ നെറ്റി മൊത്തം ഇങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ തരിയായിട്ട് കുറേ പിമ്പിൾസ് വന്നു. അപ്പം ഞാൻ ഓർത്തെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് വരുന്ന ഈ മാസത്തിലൊക്കെ വരുന്ന പോലെ അതുപോലെ ഇങ്ങനെ പിമ്പിൾസ് ആയിരിക്കും എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ വലിയ കാര്യമൊന്നും ആക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ ചെസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ പിമ്പിൾസ് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇച്ചിരി ടെൻഷനായി. ഞാൻ ഓർത്ത് ഡാൻഡ്രഫിൻ്റെ ആയിരിക്കും ഓർത്ത് ഞാൻ ഫുള്ള് ഡാൻഡ്രഫ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്ക് ഇട്ട് ഫേസ് പാക്കും ഇട്ട് എന്നിട്ട് ഫുള്ള് ഞാൻ ഷാമ്പൂ 2 ദിവസം കൂടുമ്പോൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് എന്നിട്ട് പോലും ഒന്നും കുറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് ഞാൻ ഡാൻഡ്രഫിൻ്റെ ആയിരിക്കും എന്ന് ഓർത്ത്. അപ്പോൾ എനിക്കിവിടെ മാത്രം ഈ ഫേസിലും ഹെഡിൻ്റെ ഇവിടെയും ഫേസിൻ്റെ ഇവിടെ മാത്രം ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ ബാക്ക് സൈഡ് 2 ഷോൾഡറിൻ്റെ ബാക്ക് സൈഡ് വന്നു. വന്നപ്പോൾ എനിക്ക് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ റൂമിലത്തെ ഒരു ചേച്ചിയോട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ചേച്ചി ഇങ്ങനെ പിമ്പിൾസ് ഇവിടെ മുഴുവൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നേക്കും, എന്നെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ അതാണ് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓൾറെഡി നാട്ടിനൊരു ജെല്ല് ക്ലെൻഡമൈസിൻ്റെ ഒരു ജെല്ലാണ് അത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ചേച്ചി അത് യൂസ് ചെയ്തിട്ട് ചേച്ചി എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ തീരെ ഇച്ചിരി ഭാഗമുള്ളായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്ന് 2-3 ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ നീ ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരെ കൊണ്ട് മേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് തേച്ച് ഒരു 3 ദിവസം തേച്ചതുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ പിമ്പിൾസ് ഇരുന്ന ആ പിമ്പിൾസൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഡ്രൈ ആയി, എന്ന് വെച്ചാൽ സ്കിൻ ഇച്ചിരി ടൈറ്റായ ഒരു മോഡൽ തോന്നി. സ്കിൻ ഇച്ചിരി ടൈറ്റായി എന്നിട്ട് ഓൾറെഡി ഇച്ചിരി പൊട്ടിയിരിക്കുന്നൊക്കെ ഡ്രൈ ആയിട്ട് അതിങ്ങനെ പൊളിഞ്ഞു പോരുകയല്ല അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വരുന്നുണ്ടായിരുന്നു. ചേട്ടനെ കൊണ്ട് ഞാൻ 2 മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഫേസിൽ മാത്രം എനിക്ക് അപ്ലൈ ചെയ്യാൻ തികയല്ലെന്ന് എനിക്ക് തോന്നി. ആണ് ഞാൻ ഇവിടെയും തേക്കാൻ വേണ്ടിയിട്ടും ബാക്ക് സൈഡിലും തേക്കാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് 2 മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് അത് മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇതാണ് ക്ലെമിസ്കിൻ്റെ ആണ്. ഇത് ഒരു 20 ഗ്രാമിൻ്റെ സാധനം. ഇത് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇത് ഒരെണ്ണം ഞാൻ കൊണ്ടുവന്നുള്ളൂ. അത് ഫുള്ള് ഞാൻ യൂസ് ചെയ്തില്ല. അതിനേക്കാളും മുമ്പേ അതിൻ്റെ എഫക്റ്റ് കാണിച്ചു. അതിൻ്റെ നല്ല 100% ഞാൻ ഗ്യാരണ്ടി തരുമോ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് യൂസ് ചെയ്ത് കാണിക്കും. 2 വീക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ തേച്ച് പറഞ്ഞു, ഇവളുടെ നെറ്റിത്ത് മുഴുവൻ പോയല്ലോ, ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് മാത്രമേ ഉള്ളൂ, ബാക്കി പിമ്പിൾസ് പോലും. ഞാൻ എല്ലാവരോടും ഞാൻ ചോദിക്കും എൻ്റെ കുറഞ്ഞോ. എനിക്കത് അത്രമാത്രം എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ പറയും ഇത് യൂസ് ചെയ്ത് നോക്കണം. പിമ്പിൾസ് കൊണ്ട് ഒത്തിരി നമുക്ക് പെണ്ണുങ്ങൾക്കാണെങ്കിൽ പിന്നെ പിമ്പിൾസ് വന്നു കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി വിഷമം ഇങ്ങനെ ഫേസ് ചെയ്യാനും മറ്റുള്ളവർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ഇത് തോന്നിയല്ലേ. ബാക്കിയെല്ലാവരും നല്ല ഇതായിട്ട് നടക്കുമ്പോൾ നമ്മൾ മാത്രം ഒരുമാതിരി പിമ്പിൾസും വെച്ചിട്ട് നടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് കയറാൻ നേരത്ത് എൻ്റെ നെറ്റി മൊത്തം ഇങ്ങനെ പിമ്പിൾസ് ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ എന്ത് രീതിയിൽ കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ചിലവർക്ക് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കും, പക്ഷെ നമുക്കൊരു ഫേസ് ചെയ്യാൻ നമ്മൾ ഇത്രയും നല്ലപോലെ ഇരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇത്രയും പിമ്പിൾസ് വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒത്തിരി നല്ല എഫക്റ്റ് തോന്നി. അതാണ് എല്ലാവരും മസ്റ്റായിട്ട് ഈ പിമ്പിൾസ് ഉള്ളവരൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം പോലും യൂസ് ചെയ്തില്ല, ഇനിയും ഉണ്ട്, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഡാർക്ക് സ്പോട്ടേ ഉള്ളൂ, അതിന് വേണ്ടി ഞാൻ അല്ലാതെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഞാൻ ഈ തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഒരു ഫേസിന് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യാറുള്ളൂ. 2-3 സാധനം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് വരും. അതാണ് ട്രീറ്റ്മെൻറ്റ് വല്ലതും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലാതെ പുതിയതായിട്ട് തുടങ്ങുന്നവർ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ അവർക്ക് 100% എഫക്റ്റ് വരും. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ശരി, എന്നാ ബൈ.